ഏത് പ്രതിരോധത്തെയും വിറപ്പിക്കാനുള്ള കെൽപ്പുണ്ടെന്ന ആത്മവിശ്വാസത്തോടെ ലോകകപ്പിനെത്തിയ ഫ്രഞ്ച് പടയ്ക്ക് പക്ഷേ സെമിഫൈനലിൽ കാലിടറി. എംബാപ്പെ, ഡെംബലെ, ഒലീസെ എന്നിവരടങ്ങുന്ന ഫ്രാൻസിന്റെ ട്രിപ്പിൾ എഞ്ചിൻ മുന്നേറ്റ നിരയെ ആര് തടയുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം അതെ. സെമിഫൈനൽ വിസിൽ മുഴങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലായിസ് ടെല ഫുവന്റെയുടെ സംഘം നൽകി. നല്ല ഒന്നാം തരം പൂട്ടൊരുക്കിയ സ്പെയിനിന് മുന്നിൽ ലോക ഫുട്ബോളിലെ സൂപ്പർ താരനിര പാടെ നിറം മങ്ങി. ഫ്രഞ്ച് പ്രതിരോധ കോട്ട 2 തവണ തകർത്ത് സ്പെയിൻ വലകുലുക്കിയപ്പോൾ ഫ്രാൻസിന് മറുപടി നൽകാനായില്ല. പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ അക്ഷരാർത്ഥത്തിൽ പൂട്ടിയിട്ടാണ് സ്പെയിൻ ലോകകപ്പ് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തത്. ആധികാരിക വിജയങ്ങളോടെ സെമിയിലെത്തിയ ഫ്രാൻസ് സംഘത്തെ വിദഗ്ധരായി പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പെയിൻ കളത്തിലിറങ്ങിയത്. പെഡ്രിയെ ആദ്യ 11-ൽ ഉൾപ്പെടുത്താതിരുന്ന സ്പെയിൻ ഡാനി ഒൽമോ, റോഡ്രി, ഫാബിയാൻ റൂയിസ് എന്നിവരെ മൈതാനത്തിൽ നിലയുറപ്പിച്ചു. തന്ത്രം ആദ്യ പകുതിയിൽ തന്നെ കൃത്യമായി ഫലം കണ്ടു. ഫ്രാൻസിന്റെ പല മുന്നേറ്റങ്ങളുടെയും മുന മൈതാന മധ്യത്തിൽ വെച്ച് തന്നെ ഓടിക്കാൻ സ്പെയിനിന് സാധിച്ചു. കഴിഞ്ഞ മത്സരങ്ങളിൽ എതിർത്ത പ്രതിരോധത്തെ വിറപ്പിച്ചു നിർത്തിയ ഫ്രാൻസിന്റെ മുന്നേറ്റ നിരയെ ഒരു പരിധിവരെ പൂട്ടാനും സ്പെയിനിന് കഴിഞ്ഞു. മറുവശത്ത് പന്ത് കൈവശം വെച്ച് കളിയിൽ ആധിപത്യം സ്ഥാപിച്ച സ്പെയിൻ ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരുപോലെ മികവ് കാട്ടി. ഒടുവിൽ ഫ്രാൻസിനെതിരെ 2 ഗോളിന്റെ ആധികാരിക വിജയവുമായി സ്പെയിൻ ലോകകപ്പ് ഫൈനലിൽ. ഇനി സ്പെയിനിനെ നേരിടാൻ ഇംഗ്ലണ്ടോ അർജന്റീനയോ? കാത്തിരുന്നു കാണാം. Tropic Weddings, the bridal legacy.